അത് ശരി. അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം തന്നെ ഇതിൽ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് ഇത് മാറ്റി പറയാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് പച്ച മലയാളത്തിൽ മനസ്സിലാവും. എവിടെ നിന്നാണ് മാറ്റി പറയാൻ ആവശ്യം വന്നത്? എന്തുകൊണ്ട് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പോലും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ആ പാർട്ടിയെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? പിന്നെ എന്തവസ്ഥയാണ് ആ പാർട്ടിക്കുള്ളത്? പിണറായി കണ്ണുരുട്ടി എന്നാണ് പറയുന്നത്. അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? CPM ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആധികാരികത അത് എത്ര പെട്ടെന്ന് CPM ജനറൽ സെക്രട്ടറി പെട്ടെന്ന് മാറ്റി പറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ചേതോവികാരം സെക്രട്ടറിക്ക് എങ്ങനെ ഉണ്ടായി? ഇതിൽ ബിജെപിയുടെ ഈ മൗനത്തെ എങ്ങനെയാണ് കാണുന്നത്? വിഷയത്തിലെ ബിജെപിയുടെ അതാ ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ BJP മിണ്ടുന്നില്ല. കുറച്ചു ദിവസമായിട്ട് കേരളത്തിലെ BJP ഫ്രീസ് അവസ്ഥയിലാണ്. ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല, ശബരിമല പ്രശ്നത്തിൽ മിണ്ടുന്നില്ല. അവരാരെയോ ഭയപ്പെടുകയാണോ അല്ല ഏതെങ്കിലും ഡീലിന്റെ ഭാഗമായിട്ടാണോ എന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് അറിയാലോ. കേരളത്തിൽ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രണ്ടും കൂട്ടിയാൽ നാലാവില്ല. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അവിശുദ്ധമായിട്ടുള്ള ഈ ബന്ധത്തിനെതിരായിട്ടായിരിക്കും വിധി എഴുതാൻ പോകുന്നത്. കാരണം ഇത് പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടല്ല, മറിച്ച് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ രണ്ട് പാർട്ടികളുടെയും അവർ എക്സ്പോസ്ഡ് ആവും. രണ്ട് പാർട്ടികളും, അതിനകത്ത് സംശയമില്ല. അവരുടെ ലീഡർഷിപ്പ് എക്സ്പോസ്ഡ് ആവും. അതൊരു ഭീകരമായ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് സത്യത്തിൽ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു സംഭവം അക്കാര്യത്തിലും പോലീസ് വളരെ മെല്ലെ പോവുകയാണ്. കാരണം ഒരു സൂയിസൈഡ് നോട്ടുണ്ടായ സ്വാഭാവികമല്ലേ സൂയിസൈഡ് നോട്ടിന്റെ പുറത്ത് ആക്ഷൻ. FIRൽ ഇതുവരെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടത്. ഓർഗനൈസേഷന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല FIRൽ. ഇത് RSSന്റെ ഒഫീഷ്യലായിട്ടുള്ള നേതാക്കന്മാർ വ്യക്തമാക്കണം എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഒരു പാവപ്പെട്ട കുട്ടി ആത്മഹത്യ ചെയ്ത് അദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. കൊച്ചുപ്രായത്തിലെ അദ്ദേഹത്തെ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്തു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഇതുപോലെ ഒരുപാട് ആൾക്ക് അനുഭവം ഉണ്ടെന്നാണ്. ഇതൊരു സൂയിസൈഡ് നോട്ടായിട്ട് വന്നാൽ ഗവൺമെന്റ് നടപടി എടുക്കണ്ടേ? പോലീസ് നടപടി എടുക്കണ്ടേ? വയനാട്ടിൽ ഞങ്ങളുടെ ഒരു നേതാവ് ആത്മഹത്യ ചെയ്തപ്പോൾ അതിന്റെ പിന്നാലെ പോയി കോൺഗ്രസുകാർ ചോദ്യം ചെയ്യുകയും വിളിക്കുകയും ചെയ്ത പോലീസാണ് കേരളത്തിലുള്ളത്. എല്ലാവരും വിളിച്ചവരാണ്. ഞങ്ങളുടെ MLAയും ECG പ്രസിഡന്റിനെയും ഒക്കെ വിളിച്ച് ചോദ്യം ചെയ്തതാണ്. ഓക്കെ, ആവട്ടെ, നിയമത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തതിനെ ഞങ്ങളന്ന് വെൽക്കം ചെയ്തതാണ്. ഇവിടെ ഒന്നും അത് കാണുന്നില്ലല്ലോ. അതെന്താ അക്കാര്യത്തിൽ? ഇതിനകത്ത് RSSും മറുപടി പറയണം, കേരള പോലീസും മറുപടി പറയണം. എന്തായാലും SP പറഞ്ഞല്ലോ തുറന്നിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പേരമ്പറ പോയിരുന്നു. ആ പോയപ്പോൾ ഞാൻ ചോദിച്ചു ഇക്കാര്യത്തിൽ, മനസ്സിലായില്ലേ? അവിടുത്തെ വിജിത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. DYSP പറയാണ് 50 പേര് ആയുധങ്ങളുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ജാഥ അങ്ങോട്ട് പോകരുതെന്ന്. പോലീസിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചേ. 50 പേര് കുറുവടിയായിട്ട് നിൽക്കുന്നുണ്ട്, കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ദയവ് ഇത് അങ്ങോട്ട് പോകരുത്. 2000 പേരുടെ ജാഥയെ തടയാണ്. ആ 50 പേരെ കവർ ചെയ്യാനല്ല പോലീസ് നോക്കിയത്. അപ്പൊ ഇന്ന് SP പറഞ്ഞത് വളരെ ഗൗരവതരമായ കാര്യമല്ലേ? പോലീസിനകത്തുള്ള ആളുകൾ അവിടെ കടന്നു ചെന്ന് ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് SP പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അവരെ കണ്ടുപിടിച്ച് നടപടി എടുക്കുന്നില്ല? ഞങ്ങളിത് ലോക്സഭാ സ്പീക്കറുടെ അടുത്ത് പ്രിവിലേജായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇത് വളരെ നഗ്നമായ ജനാധിപത്യ ധ്വംസനമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ വെറുതെ കാര്യമാണ്. അതൊന്നും ആ വിഷയമൊന്നും ഇപ്പൊ ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ട യാതൊരു കാര്യമില്ല. അതിനകത്തൊന്നും പ്രസക്തിയുമില്ല.